കടന്നു പോകുന്നത്. ആ സമ്മർദ്ദം കുറഞ്ഞു പോകുമ്പോൾ ഇത് വളരെ മന്ദഗതിയിലായിരിക്കും പോവുക. സമ്മർദ്ദം കൂടുമ്പോൾ എന്താ ചെയ്യുക, വളരെ സ്പീഡോട് കൂടി വളരെ സമ്മർദ്ദത്തിലായിരിക്കും പോകുക. ഇത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള തലച്ചോറിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കും മതിയായ രീതിയിൽ രക്തം കിട്ടാതെ വരുമ്പം, രക്തം സപ്ലൈ കിട്ടാതെ വരുമ്പോൾ എന്താവും, അവിടെ കുഴഞ്ഞു വീഴലോ അല്ലെങ്കിൽ തലകറക്കം വരലോ അവിടെ അങ്ങനെ വീണ് പോകലോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു അറിവ് ഇന്ന് നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു ബ്ലഡ് പ്രഷറൊക്കെ നോർമലായി നിലനിർത്താൻ സാധിക്കുന്ന ഈ പാർക്കിൽ വെച്ചിട്ട് ഈ ഒരു കാര്യം പറയണമെന്ന് ഞാൻ വിചാരിച്ചത്. ബ്ലഡ് പ്രഷർ കുറഞ്ഞാൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഭൂരിഭാഗം മനുഷ്യന്മാർക്ക് BP ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ മാത്രമേ ബ്ലഡ് പ്രഷർ കുറഞ്ഞെന്നുള്ളത് അറിയുള്ളൂ. ചില ആൾക്കാർക്ക് ഞാൻ പറയും പെട്ടെന്നൊരു തലകറക്കം വരിക, പെട്ടെന്ന് അങ്ങോട്ട് കുഴഞ്ഞ് വീഴുക, ചിലർക്ക് ഛർദ്ദിക്കാൻ വരിക, ഓക്കാനം വരിക, ചിലപ്പോൾ ഒരു കൺഫ്യൂഷഡായ ഒരവസ്ഥകളൊക്കെ കുറയുമ്പോൾ ഉണ്ടാവാറുണ്ട്. ഈ രക്തം കുറഞ്ഞു പോകാൻ എന്തൊക്കെ